ആർക്കെന്തെങ്കിലും വ്യക്തിപരമായ വിഷമമുണ്ടെങ്കിൽ ആരെയും എന്തെങ്കിലും വിമർശിക്കുകയോ വഴക്ക് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവരൊരു പക്ഷേ ചിലപ്പോൾ ഭയന്നായിരിക്കും വരുന്നത്. അവിടെ ഒന്ന് പോകുമ്പോൾ അവരെ കരുതിയ സ്നേഹിച്ച ഒരാത്മീയ പിതാവിനെ കുറിച്ചുള്ള കാഴ്ചയാണ്. ഇനി ഇതുമായിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതായിരുന്നേക്കാം. അതുകൊണ്ട് ഈ വാർത്ത അവിടെ അങ്ങ് പരന്നു. അച്ഛന്മാരൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച എന്താണ് പ്രസംഗിച്ചത്, ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ശുഷ്കാന്തിയോടുകൂടെ തിരക്കും. അതിൽ ഏതാണ്ട് മെച്ചമൊന്നും മറ്റേതിനകത്ത് ഏതാണ്ട് കുറവൊന്നും അല്ല ഞാൻ കണക്കാക്കുന്നത്. വളരെ ലാളിത്യത്തിൽ ഉള്ള ഒരു മിനിസ്ട്രി. പ്രത്യേകിച്ച് ആ ഇടങ്ങളിൽ പ്രവർത്തിച്ച കാലത്തുണ്ടായ രസകരമായ അനുഭവങ്ങൾ കൂടെ ഒന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ അതൽപ്പം രസകരവും മറുവശം ഓർത്താൽ രാത്രി പോലും ഞാൻ ചിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. എന്താണ് ഈ രസകരം? മാത്യു സിനിമയെ ഇടയ്ക്കിടയ്ക്ക് ഈ നിലമ്പൂർ കൂടെ ചുങ്കത്തറ കൂടെ ഗൂഡല്ലൂരിന് പോവും. മധ്യതിരുവിതാംകൂറിൽ നിന്ന് വന്നവരാണ് അവിടുത്തെ ആൾ മിക്കവാറും എല്ലാം. അപ്പോൾ അവരുടെ വികസനത്തിന് അദ്ദേഹം പലതും പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനൊരു മോട്ടോർ സൈക്കിൾ മേടിക്കണം. ഇതിനകത്ത് ഇവിടെ സൈക്കിളിലൊന്നും നടന്നാൽ ഒക്കുകയില്ല. അതുകൊണ്ട് അതിൻ്റെ വഴികളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ മൈസൂരിൽ പോയി. കുരുവിളയച്ചനാണ് അന്ന് അവിടുത്തെ ചാർജ്. പാരി കമ്പനിയുടെ മാനേജരായിട്ടിരിക്കുന്ന വി ഈപ്പൻ മേപ്രാൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാരി കമ്പനിയുടെ ഒരു സ്കൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവിടെ വന്നു അത് വാങ്ങിച്ചു. അതിപ്പോഴത്തെ സ്കൂട്ടറല്ല, അത് ഷാഫ്റ്റ് മോഡൽ എന്നൊക്കെ പറയും. ഇപ്പോൾ അതില്ല, പാരച്യൂട്ടിൻ്റെ മോഡലിലാണ്. ഓട്ടോറിക്ഷയുടെ ടയർ പോലാണ്. അത് വീലുകൾ വളരെ വലുതാണ്. തുടയ്ക്കുന്നതിന് പകരം 2 തൊട്ടി വെള്ളം അങ്ങ് ഒഴിച്ചേക്കുകയാണ്. പ്രത്യേകം മോഡലാണ്, മലബാറിന് പറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ വേണം. അതിന് അന്ന് ആദരണീയനായ ടി ജോസഫ് അച്ഛൻ കോയമ്പത്തൂർ നിന്ന് സ്ഥലം മാറി വന്നു. കെ വി തോമസ് അച്ഛൻ കഴിഞ്ഞു, ടി ജോസഫ് വന്നു. അച്ഛന് അനുഭവ യോഗ്യനായ സമ്പത്തുള്ള ഒരാളാണ്. അപ്പോൾ കോഴിക്കോട് പോകണം. അപ്പോൾ ഞങ്ങൾ കോഴിക്കോടിന് പോവുകയാണ്. അച്ഛൻ ഈ പട്ടണത്തിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സഹായിക്കാൻ ഒരാളുണ്ട്, തങ്കച്ചൻ. കെ വി തോമസ് അച്ഛൻ കൊണ്ടുവന്ന ആളാണ് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ചെയ്തു തരുന്നത്. തങ്കച്ചൻ്റെ കയ്യിൽ എഴുതി കൊടുത്തു, ഞങ്ങൾ അച്ഛന്മാർ കോഴിക്കോടിന് പോവുകയാണ്. എന്തെങ്കിലും അത്യാവശ്യമുള്ളവർ കോഴിക്കോട് MA ജോൺ ഗുഡ് ഷെപ്പേർഡ് റബ്ബർ കമ്പനിയുടെ മാനേജരാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കുരുടാമണി അച്ഛൻ്റെ അളിയനാണ് ഈ ഗുഡ് ഷെപ്പേർഡ് റബ്ബർ കമ്പനി മാനേജർ. അദ്ദേഹത്തിൻ്റെ മേൽവിലാസം കൊടുത്തു. ഞങ്ങൾ RTA ഓഫീസിലിരിക്കുമ്പോൾ ഈ MA ജോൺ അദ്ദേഹം വന്ന് ടി ജോസഫിനെ മാറ്റി നിർത്തി ഏതോ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്നെ നോക്കുന്നു, അല്പം ദയനീയതയോടുകൂടെ നോക്കുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കാര്യം എന്താണ്? നിലമ്പൂർ സ്ഥലം ഞാൻ പറയുന്നില്ല. ഇനിയും ഞാൻ അങ്ങോട്ട് പോകാനിടയാകുകയാണെങ്കിൽ ആർക്കും ഒരു വിഷമം വരണ്ട. ഒരു ടെലഗ്രാം അടിച്ചിരിക്കുകയാണ്. മദർ എക്സ്പയർഡ്, ഫ്യൂണറൽ 5:30 PM, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ഈ ടെലഗ്രാമാണ്. ഇവർ രണ്ടുപേരും മാറി വന്ന് സംസാരിക്കുന്നു. എന്നെ കാണിക്കാതെ ഒരു കടലാസ് നോക്കുകയും ചെയ്യുന്നു. തിരിച്ചു വന്ന് എൻ്റെ കയ്യിൽ ടി ജോസഫ് അച്ഛൻ പിടിച്ചുകൊണ്ട് പറയുന്നു, അമ്മച്ചിക്ക് നല്ല സുഖമില്ലായിരുന്നു,
ഞാൻ പോരുമ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരുന്ന ആൾ എൻ്റെ അമ്മ. അപ്പോൾ എന്തും സംഭവിക്കാമല്ലോ. എന്നാൽ അച്ഛനെ അടൂക്കൊന്ന് പോകുന്നതാണ് നല്ലത്. അദ്ദേഹം സ്ഥലത്ത് വളരെ സ്വാധീനമുള്ള ആളായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ടാക്സി കാർ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞു. അച്ഛൻ വീട്ടിലോട്ടൊന്ന് പോകണം. അമ്മയ്ക്ക് പ്രയാസമൊന്നുമില്ല, നല്ല സുഖമില്ലതായിട്ട് തോന്നുന്നു. ഞാൻ ഇതേ കയറി ബന്ധിതനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ടി ജോസഫച്ചൻ അടൂർക്കൊരു ടെലഗ്രാം അടിച്ചു. അച്ഛൻ സ്റ്റാർട്ടഡ് ഇൻ കാർ, വെയിറ്റ്. ഇത് അടൂർ കിട്ടുന്നു. സമാധാനമായിട്ടിരുന്ന എൻ്റെ കുടുംബമാണ്, വീടാണ്. അപ്പോൾ എൻ്റെ ഫാദർ ചിന്തിച്ചു, മലബാറിൽ പോയി മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. ഇനി ഇതുമായിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതായിരുന്നേക്കാം. അതുകൊണ്ട് ഈ വാർത്ത അവിടെ അങ്ങ് പരന്നു. അപ്പോൾ അവിടെ സ്റ്റാർട്ടഡ് ഇൻ കാർ, വെയിറ്റ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അടൂരിൽ ഞങ്ങളുടെ നെല്ലുപൂട്ടിക്ക് പഠിക്കൽ നിർത്താതെ പോയ കാറ്. സന്ധ്യയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരാൾക്കൂട്ടം. കാറിൽ എന്തെങ്കിലും പറ്റിയ ആളിനെ കൊണ്ടുവരികയായിരുന്നേക്കാം. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നു. അവരെല്ലാവരും എന്നെ അപാധപൂർവ്വം നോക്കുന്നു. ഞാനും ഒന്നും പറയുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ സന്തോഷത്തോടു കൂടെ ഇപ്പോൾ രാത്രി വന്ന് എന്താണെന്ന് തിരക്കി വരും. ഇത് പലപ്പോഴും കാലം ചെയ്ത് ഐറേനെ സിനിമയിൽ പോകുന്ന സ്ഥലത്തെല്ലാം സന്ധ്യക്കൊക്കെ അച്ഛന്മാരിയ്ക്കുമ്പോൾ തമാശന് വേണ്ടി ഈ സംഭവം പറഞ്ഞുകൊണ്ടിരുന്നതായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. ഇതാരാകുന്നു എന്താകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്ന ടി ജോസഫച്ചനും അധികം അവിടെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ അതേ കാറിൽ തന്നെ വീണ്ടും മടങ്ങിപ്പോയി ഷൊർണൂരിൽ ചെന്ന് ആ കാർ കാലിക്കട്ടിന് വിട്ടിട്ട് ഞാൻ ട്രെയിനിൽ തിരിച്ച് വീണ്ടും നിലമ്പൂർ ചെല്ലാനായ ഇടയായി തീർന്ന ഒരു സംഭവം ഇന്നും അനേക സന്തോഷങ്ങളുടെ ഇടയിൽ മറക്കാത്ത ഒരു കൊച്ചു തമാശ ആയിട്ട് അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഇപ്പോഴത്തെ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി ഉൾപ്പെടെ തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി, ഈശോ മാർ തിമോത്തിയോസ് തിരുമേനി എന്നിവരോടൊപ്പം അഭിവന്യ സഭാപിതാക്കന്മാരോടൊപ്പം സെക്രട്ടറിയായും വ്യത്യസ്ത മേഖലകളിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും ഒക്കെ അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നേതൃത്വം നൽകിയിട്ടുണ്ടല്ലോ. ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ആദ്യമായി ബന്ധപ്പെടാനിടയായത് തോമസ് മാർ അത്താനാസോസ് തിരുമേനിയാണ്. ഞങ്ങളെ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തിരുമേനി കൊട്ടാരക്കര മയിലത്ത് നിന്നും അരമന മാറി അടൂരിൽ വന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എല്ലാം മയിലും അരമനയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുവാൻ അദ്ദേഹത്തിൻ്റെ മുറിയുടെ താക്കോൽ എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ കൊണ്ടുവന്ന് അടൂരിൽ അടുക്കി വെച്ചതൊക്കെ ഞാനാണ്. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. ഞാൻ വൈദികനായി മാങ്ങാനം സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലെത്തുന്നു. അന്ന് ബിഷപ്പ് സെക്രട്ടറി എന്നൊരു പദമില്ല. അദ്ദേഹത്തിൻ്റെ തോമസ് തിരുമേനിയുടെ കോട്ടയം കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയായി എന്നെ ഇലക്ഷനിൽ നിന്നല്ല സഭ കൗൺസിൽ തിരഞ്ഞെടുത്തു, നിശ്ചയിച്ചു. അതിനോടൊപ്പം തന്നെ തിരുമേനിയുടെ കൂടെ ഒരു സെക്രട്ടറിയോ അല്ലെങ്കിൽ കൂടെ ചേർന്ന് നിന്ന ഒരാളാണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വളരെ വലിയ അനുഭവ സമ്പത്തായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വളരെ ചിട്ടയോടുകൂടെ എല്ലാ കാര്യത്തിനും
കൃത്യതയും ചിട്ടയുമുള്ള ഒരാളാണ്. അത് ഒരു പള്ളിയിൽ പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മതിപകാലിരിക്കേണ്ട വിധം, ഈ സംഗതികളെല്ലാം വളരെ ചിട്ടയോടുകൂടെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഈശോ തിരുമേനി ബിഷപ്പായിട്ട് പട്ടമേറ്റ് അവിടെ വരുമ്പോൾ അരമനയിൽ ഞാനുമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനി വരുന്നു, ഒരാഴ്ച ഇവിടെ താമസിക്കും, അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്നു, സന്ധ്യയ്ക്ക് പലയിടത്ത് പോയി വന്നതിന് ശേഷം ഈശോ തിരുമേനി അടുത്തിരുത്തി. ഞാൻ അടുത്ത മുറിയിൽ അവിടെ ഉണ്ട്. അതുവരെ ശ്രദ്ധിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പള്ളിയിൽ പോകുന്നത്, മധുബക്കായിൽ ഇരിക്കുന്നത്, പട്ടക്കാരോടുള്ള ഇടപാടുകൾ, ഇതെല്ലാം വളരെ വളരെ ചിട്ടയോടുകൂടെ ഈശോ തിരുമേനിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. 2, പട്ടക്കാർ, ഏതെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉള്ള പട്ടക്കാർ അവരെ വിളിക്കും. കോട്ടയം അരമനയിൽ അവരെ 2-3 ദിവസങ്ങൾ കൂടെ താമസിപ്പിക്കും. ആർക്കെന്തെങ്കിലും വ്യക്തിപരമായ വിഷമമുണ്ടെങ്കിൽ ആരെയും എന്തെങ്കിലും വിമർശിക്കുകയോ വഴക്ക് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവരൊരു പക്ഷേ ചിലപ്പോൾ ഭയന്നായിരിക്കും വരുന്നത്. അവിടെ ഒന്ന് പോകുമ്പോൾ അവരെ കരുതിയ സ്നേഹിച്ച ഒരാത്മീയ പിതാവിനെക്കുറിച്ചുള്ള കാഴ്ചയാണ്. ഇത് തോമസ് തിരുമേനിയിൽ നിന്നും, തോമസ് മാർ അത്താനേസോസ് തിരുമേനിയിൽ നിന്നും. ഒപ്പം തന്നെ വായന. സെൻറ്റ് അഗസ്റ്റിൻ സ്റ്റഡി സെൻറ്റർ ഉണ്ടാകുന്നതിന് അടൂർ അരമനയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സംഖ്യ ഈ സ്റ്റഡി സെൻറ്ററിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന് എനിക്കറിയാം. കോട്ടയത്ത് എന്നതിന് ശേഷം സെൻറ്റ് അഗസ്റ്റിൻ സ്റ്റഡി സെൻറ്റർ തുടങ്ങുന്നതിനൊക്കെ കാലങ്ങൾക്ക് മുന്നമേ അദ്ദേഹം ഒരുങ്ങിയതാണ്. നല്ല വായന. അച്ഛന്മാരൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച എന്താണ് പ്രസംഗിച്ചത്, ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ശുഷ്കാന്തിയോടുകൂടെ തിരക്കും. ഒരു സമയത്ത് പട്ടക്കാരുടെ മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹം ഒരാശയം വെച്ചു. എല്ലാവരും ഒരു 200 പേരിൻ്റെ ബുക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബുക്കും തയ്യാറായിട്ടിരുന്നു. ഓരോ പള്ളികളിലും അവരെടുക്കുന്ന ബൈബിൾ ക്ലാസ്സുകൾ ഏത് പുസ്തകത്തെക്കുറിച്ചാണ്, സേവിയാസംഘം, യുവജന സഖ്യം, ഇതിൻ്റെ എല്ലാം അത് അടുത്ത് വരുന്ന പട്ടക്കാരന് സഹായകരമാണ്. ഈ പള്ളിയിൽ എന്തെല്ലാമാണ് കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഉള്ളിൽ പഠന വിഷയമായിട്ട് നടന്നത്, ഇതൊക്കെയും ചെയ്യുന്ന പട്ടക്കാരനും അത് വളരെ സഹായകരമാണ്. എന്നാൽ അത് പിന്നെ തുടർന്ന് ചെയ്യാനായിട്ട് സാധിച്ചില്ല. തോമസ് തിരുമേനിയോടൊപ്പം തന്നെ ഞാൻ രണ്ടാമതായിട്ടിരുന്നത് ഈശോ തിരുമേനി. അദ്ദേഹം നമ്മുടെ കുന്നംകുളത്ത് താമസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം മദ്രാസിലോട്ടുള്ള ആ സമയത്ത് കുന്നംകുളം, അതിന് മദ്രാസ് വരെയുണ്ട് ആ ഭാഗം ഉണ്ടായിരുന്നു. നമ്മുടെ തോമസ് മാത്യു അച്ഛൻ ആയിരുന്നു സെക്രട്ടറി, ബൈബിൾ സൊസൈറ്റി സെക്രട്ടറി. അദ്ദേഹത്തിന് ഏതോ ഒരു കാലിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് കുറച്ച് കാലഘട്ടം അദ്ദേഹം മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. ആ സന്ദർഭത്തിൽ എന്നെ വിളിക്കുകയും ഞാൻ ഈശോ തിരുമേനിയോടൊപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറിയായി പ്രവർത്തിപ്പാനിടയായി. ഒരു നിസ്തന്ത്രമായ വ്രതനിഷ്ഠയോടുകൂടെ ഉള്ള ഒരു ആശ്രമത്തിൻ്റെ ആത്മീയ നിറവിൽ ഉള്ളൊരു മിനിസ്ട്രിയാണ്. അദ്ദേഹം വലിയ ഒരു അഡ്മിനിസ്ട്രേഷൻ അപ്പുറമായ നിലയിൽ ഒരു ആത്മീയ സ്രോതസ്സിൽ കൂടെയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. അത് കുന്നംകുളത്ത് അദ്ദേഹം ആയിരുന്ന കാലഘട്ടത്തോളം അത് അനേകർക്ക് ഒരു ഉയർച്ച, ഒരു ഉണർവിന് മുഖാന്തരമായി. അദ്ദേഹത്തിൻ്റെ ഇങ്ങേയറ്റം ഓരോരുത്തരും വ്യത്യസ്തരാണ്. അദ്ദേഹത്തിൻ്റെ സ്തോത്രകാഴ്ച ഇടുന്ന പണം പോലും ഒരു ഇന്നത് നല്ലതെന്നോ ഇന്നത് കുറവെന്നോ പറയരുത്, ശരിയല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്
അത് പരസ്യമായ രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു. അതിൽ ഏതാണ്ട് മെച്ചമൊന്നും മറ്റേതിനകത്ത് ഏതാണ്ട് കുറവൊന്നും അല്ല ഞാൻ കണക്കാക്കുന്നത്. വളരെ ലാളിത്യത്തിൽ ഉള്ള ഒരു മിനിസ്ട്രി. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ തിയോഡോഷ്യസ് തിരുമേനി അദ്ദേഹത്തോടൊപ്പം കാലിക്കറ്റിൽ ഒരു ബിഷപ്പ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം എന്നെ തിരുവനന്തപുരം നന്തൻകോട് പള്ളിയുടെ വികാരിയായിരുന്നപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഞാനവിടെ പോയി അദ്ദേഹത്തോടൊപ്പം പാർത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ എന്നെ കൂടുതൽ ധന്യനാക്കുന്ന നിലയിൽ അവിടെ കാണാനിടയായി. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ രീതിയിൽ കണക്ക്, അതിൻ്റെ ഇതര കാര്യങ്ങൾ വ്രതനിഷ്ഠയോടുകൂടെ യാതൊരു പഴുതുമില്ലാത്ത നിലയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയാണ്. കൃത്യമായ വായന, എല്ലാ കാര്യങ്ങൾക്കും നേരിട്ട് അറ്റൻഡിങ് ടു ദ ഡീറ്റെയിൽസ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രാത്തിൽ വരുന്ന പണമെല്ലാം വളരെ ഏത് സമയത്ത് ആരെടുത്ത് നോക്കിയാലും, ഇന്നും കോഴിക്കോട് ഭദ്രാത്തിലെ ആ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം വളരെ, എന്നോട് ചോദിച്ചാൽ അതല്പം കൂടിപ്പോയോ എന്ന് ഭയത്തക്കത്ത രീതിയിലാണല്ലോ. കൽപ്പനകൾ ഇറങ്ങുന്നു, പുസ്തകങ്ങളിതെല്ലാം അദ്ദേഹം ഓരോന്നും നേരിട്ട് ശ്രദ്ധിക്കും. കൂടുതൽ സമയവും ഉറങ്ങാൻ പോലും സമയമെടുക്കാതെ ഈ കാര്യങ്ങളാണ്. ഒരിക്കൽ വിദേശത്ത് പോകേണ്ട ഒരു സന്ദർഭം വന്നു. 3 ആഴ്ച കണ്ടുണ്ട്. വീട്ടിൽ കുടുംബത്തിൽ സുഖമില്ലാതിരിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു, നാട്ടിൽ നിന്നും ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ എന്നെ വിളിച്ചേക്കും. എന്നാൽ കഴിവതും ഞാൻ പോയി ഓരോ പള്ളിക്കും ഓരോ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തിയിട്ട് ഞാൻ വരുന്നതിന് ഒരു വിഘ്നം വരാത്തതായിട്ടുള്ള നിലയിൽ ആ കാര്യങ്ങൾ അവരോട് സംസാരിച്ച് കൈകാര്യം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ സമയത്തോടുള്ള കാര്യവിചാരത്വം, പണത്തോടുള്ള കാര്യവിചാരകത്വം, അദ്ദേഹത്തിൻ്റെ താലന്തുകളുടെ ആ സ്റ്റുവേർഷിപ്പ്, കാര്യവിചാരകത്വം, ഇതെല്ലാം ചുറ്റാടുള്ള ആളുകൾ, ആ കോഴിക്കോട്ട് അരമയുടെ ചുറ്റും അന്നൊരു ഫോണൊന്നുമില്ല. മുസ്ലിങ്ങളാണ് ചുറ്റുപാടും സംസാരിക്കുന്നത്, അയൽപ്പക്കത്തുള്ളത്. അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ നിന്നും വിളിക്കും, അരമനയിലോട്ടാണ് വിളിക്കുന്നത്. ഈ അരമനയിൽ നിന്നും ഫോണിൻ്റെ ഒരു കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. ആ അരമനയിൽ നിൽക്കുന്ന കുട്ടികളെ ഇത് കൊടുത്ത് ആ വീട്ടിൽ അയക്കും, അവരുടെ മക്കളോട് സംസാരിക്കാം. അദ്ദേഹം അവിടുത്തെ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ദേശത്തിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്ന പോലെ ജാതി മതഭേദമന്യേ കാലിക്കട്ടിൽ വളരെ വളരെ വിലപ്പെട്ട ശുശ്രൂഷ അദ്ദേഹം നിർവഹിച്ചു. തുടർന്നും ഇന്ന് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് അതൊക്കെ ഒരു താരതമ്യപ്പെടുത്താൻ നിവൃത്തിയില്ലാത്ത അനിതര സാധാരണമായ എന്നൊക്കെ പറയാവുന്ന നിലയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ അത് ഏൽപ്പിച്ച ആളിനോടുള്ള വലിയ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കുന്നതിൽ സഭയായി നമ്മൾ സന്തോഷിക്കണം. അച്ഛൻ്റെ ശുശ്രൂഷ കാലയളവിലെ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിനോട് അടുത്ത സമയത്താണല്ലോ അച്ഛൻ്റെ മാതൃ ഇടവകയുടെ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് സഭ ഭരമേൽപ്പിച്ചത്. പ്രത്യേകിച്ച് കുളക്കടയും അടൂരും ഒക്കെയുള്ള ഇടവകളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുകയും ആ കാലത്താണല്ലോ ഭാഗ്യസ്മരണീയനായ ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയുടെ മെമ്മോറിയൽ എന്ന നിലയിൽ അടൂർ ഈശോമാർ തിമോത്തിയോസ് മെമ്മോറിയൽ സ്പിരിച്വാലിറ്റി സെൻറ്റർ രൂപം കൊള്ളുന്നതിനും അതിന് അത്തരത്തിലൊരു ബിൽഡിംഗ് ഉണ്ടാകുന്നതിനും അഭിമന്യ കൂർലോസ് തിരുമേനി ഭദ്രാസന എപ്പിസ്കോപ്പായിരുന്ന കാലത്ത് അത് നിർമ്മിക്കപ്പെടുന്നതിനും ഒക്കെ ഇടയായി. തുടർന്ന് അവിടെ യൂത്ത് കോർ ഗ്രൂപ്പ്, അന്ന് ആദ്യം ഉണ്ടായിരുന്ന 12 പേരിൽ ഒരാളാണ് ഞാൻ. ആ 12 പേരിൽ മിക്കവാറും എല്ലാവരും തന്നെ മാർത്തോമാ സഭയിലെ വൈദികരും വ്യത്യസ്തമായ ശുശ്രൂഷ മേഖലകളിൽ
അനുഗ്രഹീതമായ തലങ്ങളിലൊക്കെ ആയിരിക്കുന്നു. ഇവയെല്ലാം അച്ഛൻ്റെ ആ കാലത്തിലെ ശുശ്രൂഷകളുടെ പ്രത്യേക ഉദാഹരണങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഈശോ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ സ്പിരിച്വാലിറ്റി സെൻ്ററിനോട് ചേർന്നുള്ള അച്ഛൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? അച്ഛൻ പറഞ്ഞതുപോലെ അടവ് വന്നതിന് ശേഷം എൻ്റെ ഒരു സ്വപ്ന സാഫല്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്ന ഈശോ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ സ്പിരിച്വാലിറ്റി സെൻറ്റർ എനിക്ക് വളരെ അടുപ്പവും പരിചയമുള്ള രണ്ടാളുകളിൽ നിന്നും നേരിട്ട് ഞാൻ സംസാരിച്ച് വാങ്ങിച്ച 2 പ്ലോട്ടുകളാണ് ഇന്ന് നിൽക്കുന്ന സ്പിരിച്വാലിറ്റി സെൻറ്റർ. മുകളിലത്തെ കോമ്പൗണ്ട് ഒരു ക്യാപ്റ്റൻ അടൂർ പള്ളിയിലെ ഇമ്മാനുവൽ പള്ളിയിലെ മെമ്പറാണ് എബ്രഹാം ഡാനിയൽ സാർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ റേച്ചിലാം വളരെ തുച്ഛമായ ഒരു വിലയ്ക്ക് ആ ഭൂമി നമുക്ക് നൽകി. രണ്ടാമത്തത് കുവൈറ്റിൽ കയോസിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുമ്മനാട് സ്വദേശിയായിരുന്ന അലക്സ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുണ്ട്. മകളെ കെട്ടിച്ചത് നെല്ലിമൂട്ടിൽ കുടുംബത്തിലെ ഒരാളാണ്. ആ സഹോദരി മുൻവശത്തെ അവരുടെ ആ പാടം വേറൊരാൾക്ക് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതാണ്. അത് മനസ്സിലാക്കി ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹത്തിനെ ഞാൻ ചെന്ന് കണ്ടു. ഇത്രയും ഭാഗം ഞങ്ങൾക്കിവിടെ കിട്ടിയാൽ റോഡിലോട്ടൊരു ആക്സസ് ആണ്. അദ്ദേഹം വളരെ ബഹുമാന പുരസ്സരം അത് തന്നു. വളരെ ചെറിയൊരു വിലയ്ക്ക് അങ്ങനെ 2 പ്ലോട്ടുകൾ ഒരുമിച്ച് ചേർത്തതാണ് ഈ സ്പിരിച്വാലിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ഭൂമി. അത് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ യുയാക്കീം മാർ കൂർലോസ് തിരുമനസ്സുകൊണ്ട് അടൂരിൽ വന്നു. ഇതിൻ്റെ സാധ്യതകൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായ ഏകാഗ്രതയോടുകൂടെയുള്ള ശ്രദ്ധയുടെ ഫലമായി ഇന്ന് നമ്മൾ കാണുന്ന ഈശോ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ സെൻറ്റർ അതിൻ്റെ പണികൾ പൂർത്തിയാക്കുന്നു. മോൻ എന്ന് പറയുന്ന ഒരു പ്രിയ സ്നേഹിതൻ, ആർക്കിടെക്ട് ഇന്ത്യൻ, കോട്ടയത്ത് വടവാതൂർ, ഞാൻ തന്നെ അദ്ദേഹത്തെ പോയി ക്ഷണിച്ചു. നേരിട്ട് വന്നു. ആ പണികളെല്ലാം പൂർത്തിയാക്കി. അവിടെ ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയുടെ പേരിൽ അത് അസംബ്ലിയുടെ ഒരു തീരുമാനമായ രീതിയിൽ 2 കാര്യങ്ങളാണ് അസംബ്ലിയിൽ ക്രിസോസ്റ്റം തിരുമേനിയുടെ സപ്തതിയോടുകൂടെ ചേർന്ന് തീരുമാനിച്ചത്. ഒന്ന്, റെയിൽവേ പോർട്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു മിഷൻ. 2, ഈശോ തിരുമേനിയുടെ പേരിൽ ഒരു ധ്യാന ആശ്രമം. ഇത് രണ്ടും കൺവീനറായിട്ട് എന്നെ അസംബ്ലി തിരഞ്ഞെടുത്തു. ഇതിൻ്റെ ആ പണികൾ ഭംഗിയായി പൂർത്തീകരിച്ചു. അവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു കോർ ഗ്രൂപ്പ്, അത് ചെറുപ്പത്തിൽ എൻ്റെ ഉപബോധ മനസ്സിൽ കടന്നതും അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചുകൊണ്ടും ഒരു നല്ല ബാച്ച് ഓഫ് യങ്സ്റ്റേഴ്സ് എല്ലാ സെക്കൻഡ് ഫ്രൈഡേ നൈറ്റിൽ അവിടെ വരും. അവരവിടെ താമസിക്കും. ചെറിയൊരു ഭക്ഷണം മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ കിടപ്പ്, നിൽപ്പ്, ഈ കാര്യങ്ങളെല്ലാം രാവിലെ അവർക്ക് കോളേജ് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോവും, ഇല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് പോവും. അത് അവിടെ ആരെയും അച്ഛനാക്കാനായിട്ട് ഉദ്ദേശിച്ചതല്ല. എന്നാൽ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു 12-14 പേർ വൈദികരായി, ബാക്കിയുള്ളവർ വളരെ വളരെ ശ്രദ്ധിക്കത്തപ്പെടത്തവണ്ണം വളരെ കമ്മിറ്റഡായിട്ടുള്ള നിലയിൽ ലെയ്മെന്നായിട്ട്. ഇപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഒരാളുടെ പേര് പറയുന്നത് ശരിയല്ല, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ചീഫ് ലൈബ്രറിയൻ ബൈജു, അദ്ദേഹം ഇവിടെ ഈ കോർ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ വരികയും പഠിക്കുകയും ചെയ്ത് ക്രമേണ പിന്നീട് അത് കഴിഞ്ഞ്
അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് ഇവിടെ സെൻറ്റ് സാക്കൻ സ്റ്റഡി സെൻറ്ററിൽ പോയി ഇപ്പോൾ അദ്ദേഹം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈബ്രറിയനാണ്, ഇവിടുത്തെ ഓണററി ലൈബ്രറിയനാണ്. ഒരു നല്ല കളക്ഷൻസ് ഓഫ് ബുക്സ് ഈശോ തിരുമേനിയുടെ പേരിൽ കേരളത്തിലൊരു സ്ഥാപനം ഇത് ഒരു നല്ല സംഖ്യ അവിടെ തരുന്നുണ്ട്. വളരെ വളരെ സെലക്റ്റഡ് ആയിരിക്കുന്ന ബുക്സ് വായനയ്ക്ക് ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ വിജയവഴി എന്നുള്ള നിലയിൽ അത് നമ്മുടെ എബ്രഹാം മാർ പൗലോസ് വന്നപ്പോഴാണ് മേജർ ജനറൽ വർഗീസ് പണിക്കർ അദ്ദേഹം അതിൻ്റെ ചുമതല തിരുമേനിയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഇദ്ദേഹം IAS ക്ലാസ് എടുക്കുന്ന ആളാണ്, ട്രിവാൻഡ്രത്താണ്. അവിടെ വന്ന് വരും. 40,000 സോൾജേഴ്സിൻ്റെ ഹെഡാണ് മേജർ ജനറൽ. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അവിടെ തുടങ്ങിയ ഒന്നാണ്. ഇപ്പോഴും അത് ഭംഗിയായ രീതിയിൽ നടക്കുന്നു. ഒപ്പം തന്നെ നമ്മളിവിടെ പറഞ്ഞത് ഈ അവിടെ പല കാര്യങ്ങൾ ഭർണബാസിനുമേൻ്റെ കാര്യം വന്നപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് യു പ്രൊസീഡ്. അവിടെ നടക്കുന്ന അനേക ശുശ്രൂഷകളൊന്നും ഒരു കൗൺസിൽ കൂടി തീരുമാനിച്ചത് റെക്കോർഡ് ചെയ്തതല്ല. പല രീതിയിലുള്ള ശുശ്രൂഷകൾ കയറുന്നിടത്ത് വലത്തുവശം വേണ്ടിയിൽ എഴുതിയിട്ടുണ്ട്. 9 കാര്യങ്ങൾ. അതെല്ലാം സീനിയർ സിറ്റിസന് വേണ്ടിയുള്ള കൂട്ടായ്മ യോഗങ്ങൾ, പഠനങ്ങൾ, ഇതെല്ലാം ധാരാളം ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിനോടുകൂടെ ചേർന്ന് തന്നെ താൽക്കാലികമായിട്ടുള്ള നിലയിൽ അടൂരെ ഒരു നല്ല ശുശ്രൂഷയാണ് ഡി അഡിക്ഷൻ സെൻറ്റർ. പ്രിയപ്പെട്ട അജിയച്ചൻ നേതൃത്വത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യമാണ്. ഈ സ്പിരിച്വാലിറ്റി സെൻറ്റർ അത് വളരെ വളരും. അതിനൊരു ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുണ്ട്. അതിപ്പോൾ വന്നിരിക്കുന്ന ഞങ്ങളുടെ തിരുമേനിയും വളരെ ഗൗരവത്തോടുകൂടി അതെടുത്ത് അതിൻ്റെ വളർച്ചയുടെ പടവുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക ശുശ്രൂഷകളാണല്ലോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, നമ്മുടെ സ്പിരിച്വാലിറ്റിയോട് ചേർന്നുള്ള കൗൺസിലിംഗ് സെൻറ്റർ. പ്രത്യേകിച്ച് അച്ഛൻ ആരംഭിച്ച വ്യത്യസ്തമായ മിനിസ്ട്രികൾ, റെയിൽവേ പോർട്ടേഴ്സിനിടയിലുള്ള മിനിസ്ട്രി, സ്പിരിച്വാലിറ്റി സെൻറ്ററുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, ഈ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ അച്ഛൻ ഞങ്ങളോടൊന്ന് പറയുകയും ഒപ്പം ഈ കാലയളവിലെ ശുശ്രൂഷകളിലൂടെയൊക്കെ ജീവിതം അച്ഛനെ പഠിപ്പിച്ച നല്ല പാഠങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത് പുതിയ തലമുറയ്ക്കും ഏറെ പ്രചോദനമാകും എന്ന് കരുതട്ടെ. അച്ഛൻ്റെ അനുഭവങ്ങൾ, ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്നുകൂടെ ഞങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കാമോ? ഇപ്പോൾ ഞാൻ ഒരർത്ഥത്തിൽ ഒരു എളിമയോടുകൂടെ പറയുന്നു, ആത്മാർത്ഥയോടുകൂടെ പറയുന്നു. ഞാനൊരു സീനിയർ വൈദികനാണ്, റിട്ടയർ ചെയ്ത ഗണത്തിലുള്ള ആളാണ്. എനിക്കിന്നു വരെ അത് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ അടൂറുള്ള പ്രിയപ്പെട്ട ജനങ്ങളും ഞങ്ങളുടെ ഭദ്രാസനത്തിലെ 93 പള്ളികൾ കേരളത്തിൽ സജീവ സേനത്തിലിരിക്കുന്ന ഞങ്ങളുടെ കൊച്ചച്ഛന്മാർ, റിട്ടയർ ചെയ്തിരിക്കുന്ന അച്ഛന്മാർ, നമ്മുടെ തിരുമേനി, ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരെല്ലാവരുടെയും ആ കരുതലിൻ്റെ ഫലമായിട്ടായിരുന്നേക്കാം. ഇവിടെ ഇപ്പോഴുള്ളതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഇതിലൊന്ന് ഞാൻ നേരിട്ട് ചെയ്യുന്നത് പ്രീ മാരിറ്റൽ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ളതാണ്. ഞാൻ UT കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ തീസിസിൻ്റെ കാര്യങ്ങൾ കൈകാര്യമായിരിക്കുന്നതായിട്ടുള്ള ആൾ ഡോക്ടർ MM തോമസ് ആയിരുന്നു. എൻ്റെ തീസിസിൻ്റെ സബ്ജക്റ്റ് തന്നെ ഒരു ക്രിസ്ത്യൻ ഫാമിലി വരത്തക്ക രീതിയിലുള്ള ഒരു സബ്ജക്റ്റായിരുന്നു. ആ പഠനം എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കാനിടയായി. 1 മാസത്തേക്ക് UTCയിൽ കൗൺസിലിംഗ് എടുത്തവർക്ക് പ്രത്യേക കോഴ്സ് വെല്ലൂർ CMCയിലുണ്ടായിരുന്നു, പോയി പഠിക്കണം. അന്ന് ഞാൻ മെൻസ് ഹോസ്റ്റലിൽ ഏതാണ്ട് 1 മാസം വരത്തക്കവണ്ണം എൻ്റെ കൗൺസിലിങ്ങിന് പഠിച്ചതാണ്. ഒപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്
ഇടയ്ക്ക് എൻ്റെ വൈഫിന് നല്ല സുഖമില്ലാതെ വന്നപ്പോൾ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനും ആദരണീയനായ സാം ലൂക്കോസ് അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛൻ്റെ ആലോചനയിൽ ഞാൻ 3 സൈക്കോളജി, സൈക്കാട്രി, സൈക്കോതെറാപ്പി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സൈക്കോളജി ഹെഡ് ഡോക്ടർ അഞ്ജു കുരുവിള, സൈക്കാട്രി ഹെഡ് ഡോക്ടർ എബ്രഹാം വർഗീസ് ആൻഡ് സൈക്കോതെറാപ്പി ഹെഡ് ഡോക്ടർ അന്നമ്മ വർഗീസ്. ഇവരുമായി ബന്ധപ്പെട്ടു. പ്രിയപ്പെട്ട അച്ഛൻ അവരുടെ മുറികൾ എന്നെ കൊണ്ടുപോയി. അച്ഛൻ അവരെ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി. എന്നെ അത് പഠിപ്പിച്ചാൽ അത് അടൂരിൽ ഈ കൗൺസിലിങ്ങിലൊക്കെ ബന്ധപ്പെട്ട ആളിനെ ഞങ്ങളുടെ ഭദ്രാസനത്തിന് അതൊരു വളരെ മുതൽക്കൂട്ടായിരിക്കും. 2 പേർ റിട്ടയർ ചെയ്തവരുമാണ്. ഇവരുടെ മുറികളിലും ഗൈഡൻസ് സെൻ്റർ ചാപ്പലിലുമായി അനേക പ്രാവശ്യം ഇവർ വന്നു. അവരുടെ തന്നിരിക്കുന്ന ഒരു ഘടനയനുസരിച്ച് ഇന്നും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 ചെറിയ സെഷനിലായി അടൂർ സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ കൃത്യമായി കൗൺസിലിംഗ് ക്ലാസ്സസ്. പകൽ ഓഫ് ലൈനിൽ 4 മണിക്കൂർ ദൈവം തമ്പുരാൻ്റെ കൃപയാൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. രാത്രിയിൽ 3 hours ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ട്രെയിൻഡായിരിക്കുന്ന ലേഡി കൗൺസിലേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവിടെ ഉണ്ട്. എന്നോടൊപ്പം കൈകാര്യം ചെയ്യാൻ വിദഗ്ധരായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ട്. ഇന്ന് മാർത്തോമാ സഭാ അംഗങ്ങൾ മാത്രമല്ല, അല്ലാത്തവരും അവിടെ വരുന്നു. പ്രശംസയായിട്ടല്ല, മറ്റു ഡയോസിസിൽ ദൂരെയുള്ള ആളുകൾ, അവരന്യോന്യം പോകാൻ അസൗകര്യമുള്ള അനേകരും അടൂർ സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ ആവശ്യപ്പെട്ട് ഇവിടെയാണ് ഈ കൗൺസിലിംഗ് ക്ലാസ് നടക്കുന്നത്. അടൂരെ 93 പള്ളികളിൽ ഒരു പള്ളിയിൽ പോലും ഒരു കൽപ്പന കൊണ്ടല്ല, ഒരു ആളിൻ്റെ കല്യാണം സ്പിരിച്വാലിറ്റി സെൻറ്ററിലെ കൗൺസിലിംഗ് ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അടൂരിൽ നടക്കുന്നില്ല. കൗൺസിലിംഗ് ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് കാണിച്ചെങ്കിലേ അടൂരിൽ ലൈസൻസ് പോലും കല്യാണത്തിന് കൊടുക്കുന്നുള്ളൂ. ഇത് മുകളിൽ നിന്നുള്ള നിർബന്ധമല്ല. ജനങ്ങൾ തന്നെ വിവാഹത്തെക്കുറിച്ച് ധാരണ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ആവശ്യപ്പെടും, കൗൺസിലിങ്ങിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്യും. ഇതൊരു വളരെ വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പണ്ട് പഠിച്ചത് ആ രീതിയിലല്ല, കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഇന്നും വെല്ലൂരുമായും അനുബന്ധിച്ച സ്ഥാനങ്ങളുമായി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ശുശ്രൂഷകൾ നിർവഹിക്കുകയാണ്. എൻ്റെ പേരിൽ നിന്ന് കിളിച്ചു വന്നതാണ്. സാധാരണ ഇന്നും വ്യത്യസ്തമാണ്. ഒരു കരുതൽ. അദ്ദേഹം ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു. ഞാൻ ജീവിതത്തിൽ പഠിച്ച പാഠം, കണ്ടുമുട്ടലുകൾ വഴിത്തിരിവാണ്. ഒരു കൊച്ചു സമ്മാനമായിട്ട് കൊടുത്തു. അത് വാങ്ങിച്ച് ആ രാജ്യത്തിൻ്റെ അവരുടെ സ്വത്തെന്നുള്ള നിലയിൽ ആ അലമാരിയിൽ കൊണ്ടുവച്ചു. പല രീതിയിലുള്ള വൈവിധ്യമാർന്ന പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെയും കേൾക്കാൻ ആരോഗ്യം ദൈവം തന്നു.